തൃശൂർ പൂരം കലക്കലിൽ ADGP അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. പൂരം കലക്കൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിനായി ഗൂഢാലോചന നടന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ DIGയാണ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങൾ നൽകാൻ KR സാജു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സാജു, നേരത്തെ തന്നെ മന്ത്രി അജിത് കുമാറിനെതിരെ രംഗത്തെത്തിയിരുന്നു, അത്തരത്തിലുള്ള മൊഴി നൽകിയിരുന്നു. ഇപ്പോൾ ഇത് എപ്പോൾ നൽകിയ മൊഴിയാണ് പുറത്തുവരുന്നത്? എന്താണ് മന്ത്രി പറഞ്ഞത്? ജീന, ത്രിതല അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം മാത്രമാണ് ഇനി പൂർത്തിയാവാനുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി DIG എടുത്തിരുന്നു, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ DIG. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി റവന്യൂ മന്ത്രി കെ രാജന്റെ കൂടി മൊഴി അന്വേഷണ സംഘത്തിന് വേണ്ടി DIG നേരിട്ട് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊഴിയിലും നേരത്തെ പറഞ്ഞ മൊഴിയിൽ സമാനമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പോലീസിന്റെ നടപടികൾ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൂടിയാണ് നടന്നിരിക്കുന്നത് എന്ന നിലയിലാണ് റവന്യൂ മന്ത്രിയുടെ മൊഴി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MR അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. MR അജിത് കുമാറിന് പൂരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മുമ്പേ നൽകി എന്ന കഴിഞ്ഞ മൊഴിയിലെ കാര്യങ്ങൾ അതേപടി റവന്യൂ മന്ത്രി ആവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി MR അജിത് കുമാറിന്റെ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് ഈ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് കടക്കേണ്ടി വരും. നമുക്കറിയാം, DGP തന്നെ കഴിഞ്ഞ ദിവസം MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് കാണിക്കുന്ന റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി വഴി സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അന്വേഷണമാണ് നടക്കുന്നത്. പൂരം കലക്കലിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അതിലാണ് റവന്യൂ മന്ത്രി വളരെ കൃത്യമായ നിലപാട് ആവർത്തിച്ചുകൊണ്ടുള്ള മൊഴി DIG തോംസൺ ജോസിന് നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. മൊഴിയെടുത്തത് ഈ ഗൂഢാലോചന അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി പൂരം കലക്കൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്നുള്ളതാണ് റവന്യൂ മന്ത്രി ഈ മൊഴിയിൽ നൽകിയിരിക്കുന്നത്. അതിനായി ഒരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയാണ് പോലീസ് നടപടികൾക്ക് ശക്തി പകർന്നത് എന്ന കുറ്റപ്പെടുത്തലും റവന്യൂ മന്ത്രി കെ രാജൻ നടത്തുന്നുണ്ട്. നമുക്കറിയാം, പൂരം കലങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി കൂടിയാണ് റവന്യൂ മന്ത്രി. സ്വാഭാവികമായും ഈ മൊഴി വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ്. കാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് തൃശൂർ പൂരം കലക്കാനുള്ള നീക്കങ്ങൾ നടന്നത്. അതിന്റെ ആ ഗൂഢാലോചനകളുടെ ഭാഗമായിരുന്നു പോലീസ് നടപടികൾ എന്ന് കുറ്റപ്പെടുത്തുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗമാണ് എന്നത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അത് ADGPക്കെതിരെയുള്ള ഒരു മൊഴി മാത്രമായി മാറുന്നില്ല. ADGP അടക്കമുള്ള പോലീസ് സംവിധാനം പ്രവർത്തിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന വിലയിരുത്തലാണ് റവന്യൂ മന്ത്രിയുള്ളത്. അദ്ദേഹത്തിന്റെ മൊഴിയും അപ്രകാരം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം മൊഴികൾ അടങ്ങിയ അന്വേഷണ റിപ്പോർട്ടിനോട് അധികകാലമൊന്നും കണ്ണടച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ADGP MR അജിത് കുമാറിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചു കൊണ്ടുപോയ നടപടികളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് വഴിമാറി നടക്കേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നതും ഇത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിലത്തെ വിഷയം പറയുകയാണെങ്കിൽ ഈ ശബരിമല ട്രാക്ടർ വിവാദത്തിലടക്കം ഈ പോലീസ് ഡ്രൈവറെ മാത്രം പ്രതി ചേർത്ത FIR പുറത്തുവരുന്ന അജിത് കുമാറിന്റെ പേര് ഒരിടത്തും പരാമർശിക്കുന്നില്ല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അങ്ങനെ എല്ലാ കേസിലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ അജിത് കുമാറിനെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളിലും കേസുകളിലും അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുന്ന ഒരു രീതി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കെ രാജൻ ഇത്തരത്തിലുള്ള ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക? സ്വാഭാവികമായും പൂരം കലങ്ങലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂരം പൂർണ്ണമായും കലങ്ങിയോ എന്ന കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരിൽ മുമ്പ് തർക്കങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമൊക്കെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് സർക്കാർ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആ ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ അന്വേഷണമാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സുരേഷ് ഗോപി MPയുടെ കേന്ദ്രമന്ത്രി മൊഴി അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് വെച്ച് അതീവ രഹസ്യമായി രേഖപ്പെടുത്തിയത്. അതിനു പിന്നാലെയാണ് മറ്റുള്ളവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നത്. മുമ്പുള്ള അന്വേഷണ സംഘങ്ങൾക്ക് നൽകിയതിന് സമാനമായ മൊഴി തന്നെയാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടാണ് പൂരം കലക്കുന്നതിൽ ഗൂഢാലോചനയുണ്ടായി, അവിടെ ADGP വീഴ്ച വരുത്തിയിട്ടുണ്ട്. ADGPക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് പൂരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. എന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഈ പോലീസിന്റെ
ഇത്തരം നടപടികളെല്ലാം ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ. അവിടെയാണ് ഇതിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. ഒന്ന്, പൂരം കലക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അതിന് സംസ്ഥാനത്തിന്റെ പോലീസിന്റെ നടപടികൾ ആ ഗൂഢാലോചനയുടെ ഭാഗമായി മാറി എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്ത സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകില്ല. ഈ അന്വേഷണത്തിന്റെ കണ്ടെത്തലിൽ MR അജിത് കുമാറിന്റെ വീഴ്ച കൂടി എടുത്തു പറയുന്ന റിപ്പോർട്ടാണ് ഈ ഗൂഢാലോചന സംബന്ധിച്ച് സമർപ്പിക്കപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും ഇതുവരെയും സംരക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളൊക്കെ മറച്ചുവെക്കുന്ന രീതിയിലുള്ള നിരന്തരമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. പല വിഷയങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തി സംരക്ഷിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്.